अच्छा समय में वचन के साथ आपके संग सवेरे आने के लिए प्रभु ने मुझे अवसर दिया। मैं प्रभु का स्तुति करता हूँ। കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ 2023 ഒരു സമയം നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായി ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ചു. प्रभु के दास ने जैसे बताया 2023 में प्रभु के वचन के साथ आपके बीच में बैठने के लिए प्रभु ने मुझे एक अवसर दिया था। എന്നെ പരിചയമുള്ള എനിക്ക് പരിചയമുള്ള പലരും ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവദാസൻ എന്നെ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ, അനികുഞ്ഞു പാസ്റ്റർ, അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. और इसमें परिचित लोग काफी मेरे सामने बैठे हुए हैं। मैं सबका व्यक्तिगत नाम लेना नहीं चाहता हूं। आज इस मीटिंग को अगुवाई की करने वाले प्रभु के दास पास्टर अन्यन गुंज और बहुत सारे विश्वासी भाई बहन मेरे सामने बैठे हुए हैं। सभी को यीशु मसीह के नाम से मैं एक और बार स्वागत करता हूं। എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ അറിയിക്കുകയാണ്. सभी प्रभु के दासों को और परमेश्वर के प्रिय लोगों को जल्द आने वाला यीशु मसीह के नाम से मेरा मसीह नमस्कार को मैं देता हूं। ഇന്ന് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപാട് പറയാൻ ഞാൻ ഇന്ന് പകൽക്കാലം സമയം എടുക്കുന്നില്ല. എനിക്ക് കർത്താവിന്റെ തിരുവചനത്തിലേക്ക് അത് ആ സാക്ഷ്യത്തിൽ ഒരുപാട് കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. मैं आज मेरे जो है गवाहियों के अंदर ज्यादा प्रवेश करने के लिए मैं नहीं चाहता हूं। परमेश्वर ने जो वचन मुझे दिया है वचन में से कुछ बातों को बताने के लिए मैं आग्रह करता हूं। എൻ്റെ പേര് ജോസ്മോൻ എന്നാണ്. ഞാൻ താമസിക്കുന്നത് കൊട്ടാരക്കരയിലാണ്. എൻ്റെ ഇളിക്ക് താഴ്വശം എൻ്റെ രണ്ട് കാലും തളർന്നതാണ്. എങ്കിലും കർത്താവിന്റെ വേലയിൽ അനവധി ഇടങ്ങളിൽ ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും പുറത്തുമായി ഒക്കെ പലയിടങ്ങളിൽ കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ പ്രാരംഭത്തിൽ ചോദിക്കുകയാണ്. प्रभु के दास का नाम जोसमोन है। वो केरल में कोटारेकरा नाम के जगह में वो रहकर प्रभु की सेवकाई करते हैं। प्रभु के दास के कमर से नीचे जो है वो लकवे से पीड़ित होने के कारण ऐसे अनुभव में है, परंतु परमेश्वर उन्हें केरल के अनेक स्थानों में साथ साथ केरल के बाहर भारत के अनेक राज्यों में प्रभु के कार्यों के लिए उनको उपयोग में ले आते हैं। കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് ശബ്ദ ഉയർത്തി വായിക്കാം. प्रभु हमें बहुतायत से आशीष देने पाए। आज थोड़े समय के मनन के लिए इब्रानियों की पत्री 6 अध्याय उसके 19वें पद में से हम पढ़ेंगे। ഏതധ്യായമാണ്? എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഹീബ്രു ചാപ്റ്റർ 6 വേഴ്സ് 19. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് അതെ, യേശു മതി മതി മൽക്കീസേദെക്ക് മതി മതി മതി. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് ഇടപെട്ട ഒരു തിരുവചനമാണ് इന്ന് പ്രഭാതത്തിൽ നമ്മൾ വായിച്ച് കേട്ടത്. आज रात के थोड़ा आज सवेरे के थोड़ा समय के मनन के लिए कल रात जो प्रभु की पवित्र आत्मा मुझसे बातें की हुआ इन वचनों में से कुछ बातों को मैं बोलने के लिए प्रभु की उपस्थिति में मैं आसरा करता हूँ। അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേട്ടത്, പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. यहाँ पे लिखा है वह आशा हमारे प्राण के लिए एक ऐसा लंगर है जो स्थिर और दृढ़ है। പ്രത്യാശ എന്ന് പറയുന്നത് ഒരു നിശ്ചയമാണ്, അതോടൊപ്പം തന്നെ സ്ഥിരമാണ്. മൂന്നാമത് പറയുന്നത് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതും ആകുന്നു. और हमारी आशा जो है प्रभु का वचन इस प्रकार से कहता है कि वो स्थिर है, वो दृढ़ है, और साथ में कहता है कि पर्दे के भीतर तक पहुंचने वाला भी है। കർത്താവ് നമ്മുടെ കുടുംബത്തെക്കുറിച്ചും
അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ കുറിച്ചും നമ്മുടെ ശുശ്രൂഷയെ കുറിച്ചും കർത്താവ് ചില വാഗ്ദത്തമുണ്ട്. അത് നമ്മുടെ ഒരു പ്രത്യാശയാണ്. और प्रभु हमारे पीढ़ी के प्रति, हमारे सेवकाई के प्रति, हमारे जीवन के प्रति प्रभु एक वायदा हमें देता है, और वो हमारे लिए एक आशा भी ठहरता है। ദൈവം നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അത് ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രത്യാശ, അതായത് ഒരു സ്ഥിരമായ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. परमेश्वर हमारे परिवार के प्रति एक वायदा दिया है, तो उस स्तर में वो हमारे लिए एक स्थिर आशा होना है, और उसी आशा में हमारे जीवन को हमें आगे ले चलना है। എന്നാൽ നമ്മുടെ ഈ വിശ്വാസ പടകിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പ്രതികൂലങ്ങളുടെ കാറ്റുകൾ നമുക്ക് നേരെ ആഞ്ഞു വീശുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടാറുണ്ട്. लेकिन जब हम इस विश्वास के नाव में जब हम यात्रा करते हैं, और कई प्रकार की मुश्किल और आंधी जैसी अनुभव जब हमें सामना होना का अनुभव होते हैं, तब हम डगमगा जाते हैं, हम गिरने की अवस्था में रह जाते हैं। യേശു തന്റെ ശിഷ്യന്മാരുമായി പടകിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. यीशु मसीह अपने चेलों के संग जब वो यात्रा कर रहा था, तो वहां पर हम देखते हैं कि वो नाव जो है चारों ओर से आंधी के बीच में गिरे पड़े, और वे डूबने जैसी अवस्था में चले गए थे। അവരുടെ ജീവൻ അപകടത്തിലാകും എന്നുള്ള ഒരു ഭയത്തിലേക്ക് അവർ ആയിത്തീർന്നു. और उनका जीवन भी एक बड़े जोखिम में हो जाएगा, चला जाएगा, ऐसा एक बड़ा भय उनके अंदर छा गया था। അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ അവരുടെ ജീവൻ അപകടപ്പെടും എന്നുള്ള ഒരു ഭയത്തിലേക്ക് അവർ ആയിത്തീർന്നു. उनकी आगे की यात्रा में जो है उनके जीवन बड़े दुर्घटना के अनुभव में चले जाएंगे, ऐसे एक भय उनको सताने लगा। അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു. उनकी आशा जो है वो नष्ट होती जा रही थी। എന്നാൽ യേശു അവരോട് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. परंतु परमेश्वर यीशु मसीह ने जो है उनके जीवन में एक वायदा उनसे किया था, और वो वायदा जो है उनके जीवन में प्रभु यीशु पूरा कर ही रहेगा। നമ്മളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ദൈവം തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. हमारे प्रति, हमारे परिवार के प्रति प्रभु ने हमारे जीवन में दिया हुआ एक वायदा है। നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കർത്താവിന്റെ ഒരു വാഗ്ദത്തമുണ്ട്. हमारे बच्चों के प्रति प्रभु का एक वायदा या एक जो है प्रॉमिस जो है प्रभु हमारे बच्चों के लिए देता है। നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ച് കർത്താവിന്റെ ഒരു വാഗ്ദത്തമുണ്ട്. हमारे सेवकाइयों के लिए प्रभु अपने और से एक वायदा हमें प्रभु देता है। എന്നാൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ചില ഓളങ്ങൾ കടന്നു വരുമ്പോൾ, തിരമാലകൾ കടന്നു വരുമ്പോൾ നമ്മളുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് പലപ്പോഴും അത് എനിക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ സ്വയം നിശ്ചയിക്കാറുണ്ട്. परंतु कई बार हमारे जीवन में कई परिस्थिति जो विपरीत रीति से हमारे ऊपर आती हैं, कई ऐसे आंधी तूफान जैसे समस्याएं आती हैं, तो हम ऐसे सोच के बैठ जाते हैं कि सब कुछ नष्ट हो जाएगा, सब कुछ मेरे जीवन में अब खत्म हो जाएगा, अब कुछ भी बाकी नहीं, ऐसे स्थिति में हम पहुंच जाते हैं। പ്രത്യാശ, ദൈവം തന്നിരിക്കുന്ന പ്രത്യാശ, അത് പ്രശ്നം വരുമ്പോൾ മാറുന്നതല്ല. ആ പ്രത്യാശയ്ക്ക് ഒരു സ്ഥിരതയുണ്ട്. परमेश्वर हमें दी हुई आशा वो समस्या आने के समय में हट कर जाने वाला नहीं है, परंतु प्रभु ने दिया हुआ जो आशा जो है वो हमारे जीवन में स्थिर रहता है। ദൈവം നമ്മുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ, എന്നാൽ അവന്റെ വിദ്യാഭ്യാസത്തിൽ, അവന്റെ നടപ്പിൽ ദൈവ വഴികളെ വിട്ട് മാറിപ്പോയെങ്കിലും ദൈവം അവനെ കുറിച്ച് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനെ ഒരു ശുശ്രൂഷകനാക്കി എഴുന്നേൽപ്പിക്കുമെന്ന്.
प्रभु ने यदि हमारे बच्चों के प्रति एक वायदा दिया है कि वे प्रभु उनको आशीषित करेगा, तो चाहे वे अपने पढ़ाई के समय में, यदि अपने जवानी के समय में वो प्रभु की उपस्थिति में भटक भी जाए, तो भी प्रभु अपनी वायदा को उसके जीवन में पूरा कर कर रहता है। ആ കുഞ്ഞിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ കുറിച്ച്, നമ്മുടെ ഭാര്യയെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം തെറ്റിക്കുന്ന രീതിയിൽ പ്രതികൂലം വരാം. പക്ഷേ പ്രത്യാശ ഒരു സ്ഥിരതമാണ്. അതിനെ നോക്കി പറയണം, യേശു എന്റെ മേൽ തന്ന വാഗ്ദത്തം അത് നിറവേറും, അതെന്റെ പ്രത്യാശയാണ്. और चाहे हमारे बच्चों के प्रति हो या परिवार के कोई भी सदस्य के प्रति हो, यदि प्रभु ने कोई वायदा हमारे ऊपर दिया है, तो हमें उस वायदे की ओर देखकर इस प्रकार से कहना है कि परमेश्वर ने मुझे दिया हुआ जो आशा है वो स्थिर है और वो पूरा होकर ही रहेगा। ശിഷ്യന്മാർ ഭയപ്പെട്ടുവെങ്കിലും ദൈവം അവരോട് പറഞ്ഞ ചില വാഗ്ദത്തമുണ്ട്. ദൈവം അവരോട് പറഞ്ഞ ചില അധികാരങ്ങളുണ്ട്. പലപ്പോഴും പ്രതികൂലം വന്നപ്പോൾ ഭയപ്പെട്ടു, ദൈവത്തെ വല്ലാതെ അവര് അവിശ്വസിക്കാൻ തുടങ്ങി. और चेलों ने अपने जीवन में अपने परिस्थितियों को देखकर वो डरने लगा, उनकी स्थिति को देखकर वो भयभीत होकर व्याकुल होने लगे। परंतु यीशु मसीह उनसे कहता है, आमीन, स्थिर रहना है, तुम्हें कभी डगमगाना नहीं है। യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭീരുക്കളാകുന്നത്? और यीशु मसीह उनसे ये बात को पूछता है कि तुम क्यों इस प्रकार से डरे हुए अनुभव में रहते हो। യേശു ആ പടകിൽ നിന്ന് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. और यीशु मसीह उस जहाज पर जो है वो उठकर खड़े हो जाते हैं और वहां उस आंधी तूफान को वो डांटता है। യേശു നിന്നെ വഴിയിലിട്ട് കളയുന്ന ദൈവമല്ല. യേശു നിന്റെ മേൽ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അത് ഉറപ്പിക്കുന്നതും അത് സ്ഥിരതയുള്ളതുമാണ്. और यीशु मसीह जो है आपको जो है अपने बीच मार्ग में आपको छोड़कर जाने वाला परमेश्वर नहीं है, परंतु आपके लिए, आपके कार्यों के प्रति आपको दृढ़ करने वाला और स्थिर कराने वाला परमेश्वर है वो। അത് ഒരു നിശ്ചയമാണ്. और अगला वचन में हम उसी आयत में देखते हैं, वो हमारे लिए एक निश्चित बात है वो। നിന്റെ കുടുംബത്തെ ഉറപ്പിക്കുന്ന ഒരു ഉറപ്പാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. आपके परिवार को दृढ़ कराने वाला एक दृढ़ता का कार्य है परमेश्वर का वायदा जो हमारे प्रति वो देता है। പ്രശ്നം വരുമ്പോൾ നമ്മോട് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണം. പ്രതികൂലം വരുമ്പോൾ ഒരിക്കലും നമ്മൾ അവിശ്വസിക്കരുത്. परमेश्वर की उपस्थिति में प्रभु ने दी हुई वायदाओं के प्रति हमें उसे याद करते हुए प्रार्थना करना है। विशेष करके जब समस्याएं और प्रतिकूलता हमारे जीवन में बढ़ जाती हैं, तब उन वायदों को याद करते हुए हमें प्रार्थना करना है, उसी में दृढ़ रहना है। ദൈവം നിന്നെ കുറിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് ദൈവം ഉറപ്പിക്കുന്നതാണ്, സ്ഥിരതയുള്ളതാണ്, അത് നിശ്ചയമാണ്. परमेश्वर आपके प्रति जो वायदाओं को देता है वो आपको दृढ़ता में रखने वाला है, वो स्थिर है और उसके अंदर एक निश्चित बात रहती है। 119 സങ്കീർത്തനം അതിന്റെ 116 വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. भजन संहिता 119 उसका 114 वचन की ओर अपने ध्यान को हम लेकर चलेंगे। ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ, എന്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. और मैं जीवित रहूं, इसीलिए आपके वचन के द्वारा मुझे आप संभाल लेना। मेरी आशा तेरे वचन पर है, मुझे लज्जित होने ना दे। അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ്, കർത്താവേ നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. और वहां भजन संहितकार इस प्रकार से कहता है कि तेरे वचन के अनुसार मुझे संभाल लेना। എന്റെ ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയിൽ നിന്ന് ഞാൻ മാറിപ്പോകാതിരിപ്പാൻ, ഹല്ലേലൂയ, ഞാൻ ലജ്ജാപൂർണനാകാൻ ദൈവം അനുവദിക്കരുതേ. और मुझे परमेश्वर ने दी हुई आशा के कारण मेरे जीवन में मुझे लज्जित होने के अवसर ना दे और मुझे ऐसे नीचे गिरने की अवसर ना दे।
130 സങ്കീർത്തനം 7 വാക്യം ഒത്തിരി കൂടെ എക്സ്പ്ലനേഷൻ അതിനകത്ത് കാണാൻ പറ്റും. 130 भजन संहिता उसके 7 वचन में भी उसके प्रति एक हमें समझाने वाली एक आशा को हम वहां पर देख सकते हैं. ഇസ്രായേലെ, ഞാൻ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. और इज़राइल यहोवा पर आशा लगाए रहे, क्योंकि यहोवा करुणा करने वाला और पूरा छुटकारा देने वाला है. യഹോവയുടെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. നമ്മളെ വിടുവിക്കാൻ, വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ദൈവത്തിന്റെ പക്കൽ ഉണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമായി അവിടെ വെളിപ്പെടുത്തുകയാണ്. भजन संहिताकार ये बात को बताता है कि परमेश्वर के पास जो है पूरा छुटकारा देने वाला है और हमें छुड़ाने के लिए वो परमेश्वर काफी है. इसी के बारे में हमें भजन संहिताकार बताता है. അതുകൊണ്ട് യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയുടെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. और वचन संहिता इस प्रकार से हमें कहता है कि यहोवा पर आशा लगाए रहे, क्योंकि उसके पास पूरा छुटकारा देने वाला है वो. 119 സങ്കീർത്തനം 147 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ ഉദയത്തിനു മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്താൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. 119 भजन संहिता उसको 147वें वचन में इस प्रकार से लिखता है कि मैंने पौ फटने से पहले दुहाई दी, मेरी आशा तेरे वचनों पर थी. നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നമ്മൾ വചനത്തിൽ ഒരു പ്രത്യാശ വയ്ക്കണം. എന്നിൽ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തം അത് നിറവേറുക തന്നെ ചെയ്യും. जैसे हम परमेश्वर पर अपनी आशा लगाए रहते हैं और जैसे हमारी वायदाओं पर हम आशा लगाए रहते हैं, वैसे परमेश्वर के वचनों पर भी हमारी आशा लगाए रहना है कि परमेश्वर ने जो वायदा मेरे प्रति किया है वो मेरे जीवन में वो पूरा करेगा जरूर. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ വചനത്താൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. എന്റെ വാഗ്ദത്തം നിന്റെ വചനത്താൽ ഞാൻ പ്രത്യാശ വയ്ക്കുകയാണ്. और वहां लिखा है कि तेरे वचनों पर मैं आशा लगाए रहता हूं और तेरे वायदा के अनुसार मैं उसी आशा में दृढ़ रहता हूं. പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 26 വേഴ്സ് 7. प्रेरितों के काम 26वें अध्याय उसके 7 वचन की ओर हम जाते हैं. അവിടെ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും, वहां हम इस प्रकार से वचन को देखते हैं. രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതും ആയ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ. उसी प्रतिज्ञा के पूरे होने की आशा लगाए हुए, और कहता है कि उस वायदाओं के लिए, वायदाओं को प्राप्त करने के लिए जो आशा हमारे अंदर है. വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ, വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ പൗലോസോട് ഉറക്കിയാണ്, എന്റെ മേൽ പിതാക്കന്മാരുടെ രാപ്പകളുടെ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എന്റെ മേൽ തന്നിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ പ്രത്യാശ. और प्रेरित पौलुस यहाँ पर कहता है कि मेरे बाप दादाओं के उस प्रार्थना और विश्वास के अनुसार जो परमेश्वर ने मुझे जो प्रतिज्ञा दिया है, उस प्रतिज्ञा पर पूरा होने की मैं आशा लगाए हुए हूँ. ഈ പ്രത്യാശ ചൊല്ലിയാണ് യഹൂദന്മാർ എനിക്ക് നേരെ കുറ്റം ചുമത്തുന്നത്. और वो इस प्रकार से आगे कहता है, इसी आशा के दरमियान जो है यहूदी लोग मेरे ऊपर आरोप लगाए हुए रहते हैं. എങ്കിൽ ഈ പ്രത്യാശ കൈവിടാതെ പൗലോസിനെ കർത്താവ് ഉറപ്പുള്ളവനാക്കി മാറ്റി. परंतु इस आशा को कभी ना छोड़ते हुए पौलुस जो है अपनी आशा पर दृढ़ता के साथ बनाए रखते हैं. ദൈവമക്കളെ, നമ്മളിൽ കുറിച്ച് ദൈവം തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തത്തിന്റെ പ്രത്യാശ, और प्रभु के लोगों, हमारे प्रति परमेश्वर ने दिया हुआ एक वायदा की आशा जो है, ഈ വാഗ്ദത്തത്തിന്റെ പ്രത്യാശ നമ്മളിലേക്ക് നിറവേറുവാൻ നമ്മൾ വചന പ്രകാരം അതിനെ ഉറപ്പിക്കണം. और इस परमेश्वर की प्रतिज्ञा की आशा हमारे ऊपर पूरा होना है, तो हमें प्रभु का वचन के अनुसार हमारे जीवन में आशा लगाए हुए इंतजार करना है. 147 സങ്കീർത്തനം 11 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു,
भजन संहिता 147 उसके 11वें आयत में इस प्रकार से हम पढ़ते हैं, തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. यहोवा अपने डरवयों ही पर प्रसन्न होता है, अर्थात उन्हीं से जो उसकी करुणा और करुणा की आशा लगाए रहते हैं। കർത്താവ് നമ്മളിൽ തന്നിരിക്കുന്ന ദയയാൽ നമ്മൾ പ്രത്യാശ വയ്ക്കണം. और परमेश्वर हमारे ऊपर जो करुणा दिखाए हैं उसी की अनुसार हमारे जीवन में आशा लगाए रहना है। നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പ്രത്യാശ വയ്ക്കണം. കർത്താവ് കാണിക്കുന്ന ദയയിൽ നമ്മൾ പ്രത്യാശ വയ്ക്കണം. प्रभु के वायदाओं के ऊपर, प्रतिज्ञाओं के ऊपर हमें आशा लगाए हुए रहना है, साथ साथ परमेश्वर की करुणा की आशा लगाए हुए रहना है। ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, നിന്റെ ശരീരത്തിൽ ദൈവം ഹല്ലേലൂയ പിശാച് കൊണ്ടിരുന്ന രോഗങ്ങളെ കണ്ട് നീ ഭയപ്പെടരുത്. ദൈവം നിന്നിൽ തന്നിരിക്കുന്ന വാഗ്ദത്തം അത് നിറവേറുക തന്നെ ചെയ്യും. प्रिय लोगों, प्रभु ने हमारे जीवन में दिया हुआ जो वायदाओं को, आशाओं को, हमें हमारे जीवन में आने वाली बीमारियों को देखकर हमें डरना नहीं है। प्रभु ने की हुई जो भी प्रतिज्ञाएं हैं प्रभु अपने जीवन में पूरा करेगा। ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. നമുക്ക് വായിക്കാൻ പറ്റും, ഒരു മനുഷ്യൻ 2 പുത്രന്മാർ. അത് ഒരുത്തൻ ഹല്ലേലൂയ എന്ത് ചെയ്തു? ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ വസ്തുവകയിൽ ധാരാളമായി ചോദിച്ച് തന്റെ ഭവനത്തിൽ നിന്ന് താൻ വിട്ടുമാറി. में एक ऐसी घटना को पढ़ते हैं कि एक पिता को 2 पुत्र होते थे और उसमें से जो छोटा पुत्र है वो अपने पिता से सारे संपत्तियों को मांगकर वो उसको उसके पैसे लेकर चले जाते हैं। അവൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ദൂരെ യാത്ര ചെയ്ത് താൻ അവിടെ ഹല്ലേലൂയ ദുർനടപ്പുകാരനായി ജീവിച്ചു. और वे अपने घर परिवार को छोड़कर दूर देश में यात्रा करते हुए वे गलत कार्यों को करने वाले उस रास्ते में वे चले गए। അവന്റെ കഴിവെല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്തെല്ലാം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. उसकी सारी काबिलियत उसके जीवन से नष्ट हो गई, साथ साथ उसके हाथ में जो रुपए थे वो भी खर्च हो गए। അവൻ ആ ദേശത്ത് വല്ലാത്ത അവസ്ഥയിലേക്കായി. പന്നികൾ തിന്നുന്ന ഹല്ലേലൂയ വേസ്റ്റ് തിന്നാൻ അവൻ ആഗ്രഹിച്ചു. और उस अन्य देश में जो है वो बुरी परिस्थिति में चले जाते हैं, साथ साथ इतनी भूखापन के अनुभव में वो रह जाता है कि वो सुअरों को देने वाले भोजन को खाने के लिए वे तैयार होते हैं। അവനോ വിശപ്പ് കൊണ്ട് വല്ലാതെ ഭാരപ്പെടുകയാ. और क्या है कि वो बड़े भूख के कारण बड़े मुश्किल अवस्था में हो चले जाते हैं। അവൻ ഇങ്ങനെ ആ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവന് സുബോധം വന്നെന്നാണ് അവൻ വായിക്കുന്നത്. അവന് സുബോധം വന്നു, എന്റെ അപ്പന്റെ അടുത്തേക്ക് പോകണമെന്ന് അവൻ തീരുമാനിച്ചു. और ऐसे परिस्थिति में बड़े मुश्किल को अनुभव करते हुए रहने के समय में वचन वहां पे हमें बताता है कि वे अपने आप में आ गए और अपने पिता के भवन में जाने के लिए वो निर्णय को लेता है। ആ അപ്പന്റെ അടുത്ത് നിന്ന് അവൻ കടന്നു വന്നു. ഹല്ലേലൂയ അപ്പന്റെ അടുത്തത് ആ വീട് വിട്ട് അവൻ ഇറങ്ങി. ഹല്ലേലൂയ ദൂരദേശത്ത് പാർത്തു. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ഒന്നുമില്ലാത്തവനായി വളരെ ദുരിതത്തിലായിരുന്ന അവസ്ഥയിലും ഞാൻ തിരിച്ചു മടങ്ങിച്ചെന്നാൽ എന്റെ അപ്പൻ എന്നെ സ്വീകരിക്കും എന്നുള്ളൊരു പ്രത്യാശ അവനിൽ ഉണ്ടാകുവാനിടയായി. और अपने पिता के घर को छोड़कर सब कुछ को त्याग कर गए हुए थे, परंतु फिर से उसे अपने पिता के भवन को याद करता है और ये इस प्रकार की आशा लगाते हैं कि यदि मैं अपने पिता के घर लौट जाऊं तो मेरे घर के लोग अपना लेंगे और मुझे फिर से भोजन मिल जाएगा और मेरा जीवन आमीन जो है प्रभु में धन्य हो जाएगा। ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും, നിങ്ങൾ തളർന്നു പോകുന്ന അവസ്ഥയിലായി മാറിയാലും, രോഗങ്ങൾ നിങ്ങളെ പിടിച്ചാലും ഹല്ലേലൂയ നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊള്ളുക. അത് അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. परमेश्वर के प्रिय लोगों, आप चाहे अपने जीवन में जो है बड़े प्रतिकूल समस्याओं के बीच में आप पड़े हुए हैं, बीमारियों से आप घेरे हुए हैं, परंतु यदि आप प्रभु के वचन में, प्रभु के उस वचन में आशा लगाए हुए आप अपने जीवन को रखते हैं तो आप उस परिस्थिति में से जयवंत होकर बाहर आने के लिए प्रभु आपको निश्चय मदद करेगा।
നിന്റെ കുടുംബത്തെ കുറിച്ച്, തലമുറയെ കുറിച്ച് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തമുണ്ട്. പ്രതികൂലം വരുമ്പോൾ ആ ആ വാഗ്ദത്തത്തെ നമ്മൾ മറന്നു പോകരുത്. ആ പ്രതികൂലത്തെ നോക്കി പറയണം, ദൈവം എന്നൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, അതെന്റെ മുമ്പിൽ നിറവേറപ്പെടും. आपके परिवार के लिए परमेश्वर ने दिया हुआ वायदा है, परंतु वो वायदों के खिलाफ में जब प्रतिकूल समस्याएं उनको जब आमीन आते देखते हैं, तो ऐसे समयों में आपको, उस समय में आपको मिली हुई वायदाएं जो प्रतिज्ञाएं हैं उसी को घोषणा करना है और उसी में आशा लगाए हुए रहना है। ഈ മകൻ വിചാരിച്ചു അപ്പൻ എന്നെ സ്വീകരിക്കുമോ? അവന് പ്രത്യാശയുണ്ട്. ഞാൻ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചാലും ഞാൻ തിരിച്ചു മടങ്ങി ചെല്ലുമ്പോൾ അപ്പൻ എന്നെ സ്വീകരിക്കുമെന്നൊരു പ്രത്യാശ അവനുണ്ടായിരുന്നു. ये बेटा जो है अपने पिता के घर को छोड़कर चले गए थे, परंतु उसके अंदर इस प्रकार की एक आशा फिर से जाग उठता है कि यदि मैं अपने पिता के घर को लौट जाऊं तो पिता मुझे स्वीकार करेगा, मुझे अपना बना लेगा। ദൈവമക്കളെ, പ്രതികൂലങ്ങൾ നഷ്ടപ്പെടും. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കടന്നു വരാം, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരാം, സാമ്പത്തിക മേഖലകൾ തകർച്ചകൾ ഉണ്ടാകാം, രോഗങ്ങൾ നമ്മളെ പിടിച്ചിരിക്കാം, നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകാം, നമ്മൾ കിടപ്പിലാകാം. പക്ഷേ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തമെങ്കിൽ നമ്മൾ ദൈവവചനപ്രകാരം പ്രത്യാശ വച്ചാൽ നമ്മൾ തളർന്നു പോകത്തില്ല. ദൈവം നമ്മളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. प्रिय लोगों, हो सकता है कि हमारे जीवन में जो है मुश्किलें आ सकती हैं, तकलीफ आ सकते हैं, समस्याएं आ सकते हैं, परंतु यदि हम परमेश्वर ने दी हुई वायदाओं को हमारे जीवन में दृढ़ता के साथ थामे रहे और उसी में हमें आशा लगाए हुए बना रहे, तो हमारे उस प्रतिकूल अवस्थाओं को पार करते हुए जयवंत होकर हमें बढ़ने में प्रभु हमारी मदद करेगा। നമ്മുടെ ശുഭഭാവിക്ക് വേണ്ടി നമ്മൾ പ്രത്യാശ വയ്ക്കണം. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ആ വാക്യം നമുക്ക് വായിക്കാം. യെരമ്യാവ് 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. और यिर्मयाह नबी की पुस्तक उसके 29 अध्याय उसके 11 वचन की ओर हमें हम अपने ध्यान को लेकर आएंगे। वहां पर इस प्रकार से लिखता है, क्योंकि यहोवा की यह वाणी है कि जो कल्पनाएं मैं तुम्हारे विषय में करता हूँ उन्हें मैं जानता हूँ, वे हानि की नहीं वरन कुशल की है, और अंत में तुम्हारी आशा पूरी करूंगा। നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി വരുവാൻ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ഭാവി ഉണ്ടാകാൻ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം, ഹല്ലേലൂയ, അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യാശ, ഹല്ലേലൂയ, അത് അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ആകുന്നു. और प्रभु ने दिया हुआ वायदा है, जो प्रभु ने दिया हुआ एक आशा, जो एक अच्छा कल्याण का है, वो हमारे जीवन में पूरा होने के लिए प्रभु हमारे जीवन में अपना कार्यों को पूरा करेगा। ദൈവമക്കളെ, നമ്മൾ രോഗിയാകാം, നമ്മൾ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാകാം, പക്ഷെ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തമെങ്കിൽ നമ്മൾ ഉറയ്ക്കണം, നമ്മൾ ഉണരണം, നമ്മൾ വചനപ്രകാരം പ്രത്യാശയുള്ളവരായി ഉറയ്ക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മളിലേക്ക് വെളിപ്പെടും. और हो सकता है प्रिय लोगों, हम एक बीमार व्यक्ति होंगे, हम बड़े कष्ट में से होकर निकल रहे होंगे, परंतु परमेश्वर ने जो हमारे लिए वायदाओं को दिया है, वो वायदाओं के ऊपर हमें दृढ़ भरोसा करना है, उसके वचन के अनुसार हमें चलना है, उसके वचन में हमें आशा लगाए रहना है। तो हमें प्रभु हमारे जीवन में अपनी सारी प्रतिज्ञाओं को पूरा कर दिखाएगा। വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, നമ്മുടെ കുടുംബത്തിനകത്ത് തരുന്ന വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, അത് നമ്മളിൽ ഹല്ലേലൂയ നിറവേറുന്നതിന് താമസം വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്റെ കുടുംബത്തിനകത്ത് ആ പ്രതിസന്ധി കടന്നു വരുന്നു, ദൈവന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഉപവസിക്കുന്നില്ല, ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ മാറിപ്പോകരുത്. और सालों पहले परमेश्वर ने हमारे परिवारों को वायदा दिया है, हम इन पीढ़ियों के लिए वायदा दिया है, लेकिन मुश्किलें आकर, समस्याएं आकर हमें थका देने वाला अनुभव में हमें ले जाता है। तब हम इन इस प्रकार से ना कहने पाए कि मैं अब आगे प्रार्थना नहीं करूंगा, प्रभु मेरी प्रार्थनाओं को नहीं सुनता है, परंतु अपने वायदाओं के ऊपर, प्रतिज्ञा के ऊपर आशा लगाए रहे, हम उसी के अनुसार हम आगे बढ़ते हैं, तो प्रभु हमारी मदद करेगा। പ്രത്യാശയെ നമ്മൾ ഉറയ്ക്കണം.
പ്രതിസന്ധിയിൽ തളർന്നു പോകരുത്, പ്രതികൂലത്തിൽ തളർന്നു പോകരുത്. നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തേക്ക് നോക്കി പറയണം, കർത്താവ് എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, അത് ഞാൻ അത് എന്നിൽ നിറവേറും, ഞാൻ ദൈവസനിൽ ഉറയ്ക്കുന്നെന്ന് പറയണം. हमें अपने वचन में आशा लगाए रहना है, चाहे हमारे जीवन में कई प्रकार की समस्याएं और मुश्किलों को हमें सामना करना पड़े, फिर भी वहां हमें प्रभु के वचन में भरोसा करते हुए हमें उस प्रतिकूल अवस्थाओं को देखकर हमें कहना है कि परमेश्वर ने मुझे एक वायदा दिया है, वो वायदा प्रभु मेरे जीवन में पूरा होगा, मैं उसके बीच में नष्ट नहीं होने वाला हूं। പൈശാചിക മണ്ഡലങ്ങൾ ആ വാഗ്ദത്തങ്ങൾ നിറവേറാതിരിക്കാൻ വേണ്ടി നിന്നോട് പോരാടുന്ന ആ മേഖലകളെ ഇന്ന് നീ തിരിച്ചറിയണം. और शैतान के लोगों जो है, आमीन, हमारे जीवन में प्रभु ने दिया हुआ वायदा हमारे अंदर पूरा ना होने के लिए जिन जिन क्षेत्रों से वो काम करता है, उन्हीं को इन दिनों में हमें पहचानना जरूरी है। നിന്റെ കുടുംബത്തിനകത്തും നിന്റെ ജോലി മണ്ഡലങ്ങളിലും നിന്റെ ശരീര മണ്ഡലങ്ങളും നിന്റെ ആ പ്രത്യാശ നഷ്ടപ്പെടുത്തുന്ന ദുരാത്മാവിന്റെ പ്രവൃത്തികളെ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നു, ആ ദൈവം തന്ന വാഗ്ദത്തിൽ വചനത്തിൽ ഉറയ്ക്ക്. നിന്നെ ആ ശക്തിയിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. आपके परिवार को, आपके आमीन कामों के क्षेत्र में ऐसे समस्याओं को लाकर आपके वायदाओं से, आपके आमीन जीवन में दी हुई प्रतिज्ञाओं से आपको दूर कराने वाले आमीन उन शैतान के कार्यों को देखकर करना है कि प्रभु मुझे दिया हुआ वायदाओं से मैं कभी पीछे नहीं हटने वाला हूं, परमेश्वर मेरे लिए अपने कार्यों को पूरा कर कर मुझे एक अच्छी समाप्ति की ओर ले चलेगा। ഗലാത്യലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, गलातियों की पत्री जो है 5 अध्याय 5वें वचन की ओर जब हम आते हैं, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. क्योंकि आत्मा के कारण हम विश्वास से आशा की हुई धार्मिकता की बाट जोते हैं। എങ്ങനെയാണ് വിശ്വാസത്തിലുള്ള ഒരു പ്രത്യാശ? यहाँ पर क्या लिखा है कि आत्मा के कारण हम जो विश्वास करते हैं और आशा की हुई है। എനിക്ക് വിശ്വാസത്താൽ എന്റെ പ്രതികൂലത്തിൽ നിന്ന് തളർന്നു പോകുകയില്ല, എന്റെ പ്രതിസന്ധിയുടെ മുമ്പ് എനിക്ക് നീതി ലഭിക്കും. और मुझे विश्वास है कि मेरे परिस्थितियों के बीच में, मेरे मुश्किलों के बीच में मैं थकने वाला नहीं हूं, परंतु उसी के बीच में परमेश्वर मुझे एक न्याय दिलाने वाला है। പ്രത്യാശയാൽ എനിക്ക് നീതി ലഭിക്കും. और परमेश्वर की आशा के अनुसार प्रभु मुझे एक धार्मिकता के अनुभव में मुझे ले चलेगा। പ്രതികൂലം കടന്നു വരുമ്പോൾ പിശാചിന് നമ്മോട് പോരാട്ടം കഴിക്കാൻ പറ്റും. പക്ഷേ ദൈവം ആ യേശുവിലുള്ള വചനത്താലുള്ള പ്രത്യാശയാൽ ദൈവം നമ്മളെ ഉറപ്പിച്ച് നമുക്ക് പിശാചിന്റെ തന്ത്രത്തെ തകർത്തു കളഞ്ഞ് ദൈവത്താൽ നമുക്ക് നീതി ലഭിക്കും. प्रतिकूल अवस्था आने के समय में प्रभु में हमारे अंदर जो विश्वास है, उसी से हम हमें शैतान और उनके कार्यों को लड़ पाएंगे, परंतु प्रभु के अंदर जो विश्वास के कारण और उसकी धार्मिकता के कारण जो उसकी इंतजार करते हैं, बाट जोते हैं, उसी के जीवन में परमेश्वर अपनी आशा को पूरा करता है। നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രതികൂലത്തോട് പറയണം, പ്രതിസന്ധിയോട് പറയണം, ഈ പ്രതിസന്ധി ഞാൻ വീഴത്തില്ല, ഈ രോഗത്തിൽ ഞാൻ വീണു പോകത്തില്ല, ഈ പ്രതികൂലത്തിൽ ഞാൻ വീണു പോകത്തില്ല. ദൈവം എന്നിൽ ഒരു പ്രത്യാശ തന്നിട്ടുണ്ട്, അതിൽ ഉറയ്ക്കുന്നു. ദൈവം എന്നിൽ വാഗ്ദത്തം തന്നിട്ടുണ്ട്, അതിൽ ഞാൻ ഉറയ്ക്കുന്നു. പ്രതികൂലത്തെ നോക്കി നീ വിരൽ ചൂണ്ടി പറ, ഇത് എന്നെ തൊടത്തില്ല, എനിക്ക് നീതി ലഭിക്കും. और आपके जीवन के कार्य है और जो देखकर आपको कहना है कि मेरे जीवन में ऐसी समस्याओं से मैं गिरने वाला नहीं हूं, मैं थकने वाला नहीं हूं, परंतु प्रभु ने जो वचन में जो आशा मुझे दिया है और जो धार्मिकता के लिए मैं जो बाट जो रहा हूं, जो विश्वास की आशा के द्वारा मैं अपने जीवन में इन सारे बातों को आमीन सफलता की ओर में जाऊंगा। നമ്മളെ അഭിമുഖീകരിക്കുന്ന രോഗത്തോട് പറ, ഈ രോഗം എന്നെ കിടപ്പിലാക്കത്തില്ല, ഈ രോഗത്തിൽ ദൈവം എന്നെ വിടുവിച്ച് പുറത്തെടുക്കും.
हम जो सामना करने वाले बीमारियों से हम इस प्रकार से कहने पाए कि ऐसे समस्याओं को, आमीन, ऐसे बीमारी जो है मुझे बिस्तर में डालने वाला अनुभव में मैं नहीं जाऊंगा। आमीन, मैं प्रभु में जो आशा और विश्वास है उसी के द्वारा मैं इसके ऊपर जय पाऊंगा। ജോലി നഷ്ടപ്പെട്ടവർ, സാമ്പത്തിക കുരുക്കിൽ അകപ്പെട്ടവർ, രോഗത്തിൽ അടിമപ്പെട്ടവർ, ഹോസ്പിറ്റലുകളിൽ അകപ്പെട്ട് കിടക്കുന്നവർ, ഇന്ന് പകൽക്കാലം പറയണം, ഇതൊന്നും എന്നെ തളർത്തത്തില്ല. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്, അതെന്നിൽ നിറവേറും. ഞാൻ വചനത്തിൽ ഉറയ്ക്കും. और अपने जीवन में, आपके कामों के क्षेत्र में, और कई बार भी क्यों आप आमीन जो विपरीत परिस्थितियों को सामना करते हैं, आमीन विरोध को सामना करते हैं, उन विरोधों को देखकर आप इस प्रकार से कहना है, ये सारी परिस्थिति जो है मुझे थकाने वाला नहीं है, मैं इसी को सामना करूंगा और प्रभु की आशा और वचन के विश्वास के द्वारा मैं इसी में पार होकर जाऊंगा। ഈ വചനത്താൽ, ഇന്ന് ഈ കേൾക്കുന്ന ദൈവവചനത്താൽ ചില രോഗികളെ കർത്താവ് ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं इस प्रकार से विश्वास करता हूं कि आज जो हम सुनने वाले इन वचन के द्वारा कई बीमारों को परमेश्वर चंगाई देने जा रहा है। ചിലർക്ക് വഴികൾ തുറക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं इस प्रकार से और भी विश्वास करता हूं कि कई लोगों के लिए नई रास्ताओं को परमेश्वर खोल देगा। ചിലരുടെ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് ദൈവം ഒരു മാറ്റം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. कई लोगों के जीवन में परमेश्वर एक उनकी परिस्थिति में बदलाहट को ले आ जाएगा, ऐसे मैं विश्वास करता हूं। ഈ പ്രതികൂലത്തോട് നോക്കിയിട്ട് പറയണം, എന്റെ ദൈവം എന്നെ ഉറപ്പിക്കും, എന്റെ ദൈവം എന്നെ ശക്തീകരിക്കുമെന്ന് പറയണം. और इन परिस्थितियों को देखकर, मुश्किलों को देखकर आपको कहना है कि मेरा परमेश्वर मुझे दृढ़ करेगा और मेरे परिस्थितियों में मुझे हमें स्थिरता की ओर ले चलेगा। കൊരിന്ത്യർക്ക് ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. 2 Corinthians chapter 1 verse 7. നിങ്ങൾ ഞങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടുള്ള പ്രത്യാശ, നിങ്ങൾക്ക് ഞങ്ങളിലുള്ള പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. हमारी आशा तुम्हारे विषय में दृढ़ है, क्योंकि हम जानते हैं कि तुम जैसे हमारी दुखों में वैसे ही शांति में भी सहभागी हो। പ്രതികൂലത്തിന്റെ മുമ്പിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലുള്ള പ്രത്യാശ. प्रतिकूल परिस्थितियों को देखकर पौलोस इस प्रकार से कहता है कि हमारी आशा तुम्हारे विषय में जो दृढ़ है। നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതികൂലത്തോട് നമ്മൾ പറയണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തിലുള്ള പ്രത്യാശയിൽ ഞാൻ ഉറയ്ക്കുന്നു. और प्रतिकूल अवस्थाओं को देखकर हम इस प्रकार से कहना है कि परमेश्वर ने हमें हमारे जीवन में दी हुई उन प्रतिज्ञाओं के प्रति हम दृढ़ रहते हैं। നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി നീ പറയണം, എന്റെ കുഞ്ഞുങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടും, അത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. അവരെ നോക്കി പറയണം, ദൈവത്തിന്റെ പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി ഇവർ മാറും. और आप अपने संतानों को देखकर इस प्रकार से कहने पाए कि परमेश्वर ने हमारे परिवार को, संतानों को दिया हुआ वायदाओं को हम विश्वास करते, उसी में हमें दृढ़ रहने के लिए उन्हें भी हमें प्रोत्साहन करना है। രോഗം നമ്മളെ പിടിക്കുമ്പോൾ രോഗത്തിൽ അടിമപ്പെട്ടവർ പറയണം, അല്ലെങ്കിൽ രോഗികളാകാൻ ഇങ്ങനെ പിശാച് ശ്രമിക്കുന്ന മേഖലകളിൽ നിങ്ങൾ പറയണം, ഈ രോഗം എന്നെ തളർത്തത്തില്ല, ഈ രോഗം എന്നെ വീഴ്ത്തത്തില്ല, ഈ രോഗം എന്നെ പ്രത്യാശയിൽ ഉറപ്പുള്ളതാക്കി മാറ്റും. आप बीमार कर कर आपको थका देने वाले, आपको बिस्तर में डाल देने वाले ऐसे अनुभवों को देखकर आपको कहना है कि ये बीमारी जो है मुझे कभी भी गिराने की अनुभव में नहीं आएगा। मैं प्रभु का विश्वास में और आशा में दृढ़ रहकर इसके ऊपर मैं जयवंत होऊंगा। പ്രതികൂലം വരുമ്പോൾ പിറുപിറുപ്പുണ്ടാകരുത്,
പ്രതികൂലം വരുമ്പോൾ തളർച്ച ഉണ്ടാകരുത്. പ്രതികൂലം വരുമ്പോൾ പ്രാർത്ഥന നിർത്തരുത്. പ്രതികൂലം വരുമ്പോൾ ആരാധന നിർത്തരുത്. പ്രതികൂലത്തിന്റെ മുമ്പിൽ പറയണം, എന്റെ ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, അത് എനിക്ക് ഉറപ്പായി ലഭിക്കും. और जब मुश्किल और हमें कठिनाइयों को जब हम सामना करते हैं तो हमें थकना नहीं है, हमारी प्रार्थनाओं को बंद नहीं करना, हमारी आराधना को रुकाना नहीं है, परंतु प्रतिकूल अवस्थाओं को देखकर हमें कहना है कि मेरी परमेश्वर मुझे जो वायदा दिया है वो मेरे जीवन में पूरा होगा और उसी में दृढ़ भरोसा करते हुए मैं बढ़ना है। ഇവിടെ വായിച്ചത് പൗലോസ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലുള്ള ഒരു പ്രത്യാശ. यहाँ पर हमने जो वचन पढ़ा है वहां पे पौलुस इस प्रकार से कहता है कि हमारी आशा जो तुम्हारे विषय में है। നമ്മുടെ ഭർത്താക്കന്മാരുടെ പ്രതികൂലങ്ങൾ കാണുമ്പോൾ അവർക്ക് അവരോട് പെറുപെറുക്കാതെ അവരോട് പറയണം, ദൈവം നമ്മുടെ കുടുംബത്തിൽ തന്നിരിക്കുന്ന വാഗ്ദത്തമുണ്ട്, അതിൽ ഉറയ്ക്ക, വചനത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശയിൽ നമുക്ക് ഉറയ്ക്കാനിടയാകും എന്ന് പറയുക. आप अपने परिवार में जब समस्याओं को देखते हैं तो आप अपने परिवार के जनों से इस प्रकार से बात को बताना है कि हमारे जीवन में परमेश्वर ने दी हुई जो आशा है वो दृढ़ है, वो कभी बदलने वाला नहीं है और उन्हीं को हमें उस वचनों के द्वारा दृढ़ कराना है। റോമർക്ക് ലേഖനം 8-25 വാക്യം. റോമർ 8:25. रोमियो की पत्री 8 अध्याय उसके 25वें आयत को हम देखेंगे। നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, എങ്കിലോ അതിനെയായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. वचन में इस प्रकार से लिखा है कि हमने जो नहीं देखा है उसी के लिए हम इंतजार करते हैं और उसी के लिए आशा बनाए हुए रहते हैं। നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. और जो अनदेखा है उसी के लिए हम हमें आशा लगाए हुए रहते हैं। പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണ്ടുകൊണ്ടല്ല, പക്ഷെ നമ്മൾ കാണാതെ പ്രത്യാശിക്കുക. കാരണം എന്റെ കുടുംബത്തിനകത്ത് ഒരു വിടുതൽ നടക്കുമെന്നുള്ള ഒരു പ്രത്യാശ, അകത്തൊരു പ്രത്യാശ, അത് നമ്മളിൽ സ്ഥിരത ഉളവാക്കും. हम देख कर नहीं परंतु उन अनदेखी बातों में हम विश्वास करते हैं जो परमेश्वर ने मेरे परिवार के अंदर एक छुटकारा देगा, इस प्रकार की आशा लगाए हुए हम उस आशा के प्रति दृढ़ता के साथ बने रहते हैं। നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു പ്രത്യാശ, കാണാത്തതിനായിട്ടുള്ള ഒരു പ്രത്യാശ, और हमारे जीवन में परमेश्वर के प्रति एक आशा हमारे अंदर होना है और वो जो अनदेखा है उसी के प्रति एक आशा हमारे अंदर होना है। ആ വാഗ്ദത്തം നമ്മളിലേക്ക് നിറവേറാൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. और वो वायदा हमारे जीवन में पूरा होने के लिए हम बड़े दृढ़ता के साथ बड़े इंतजार करते हुए हमें प्रभु की उपस्थिति में रहना है। എന്നാൽ ശത്രു നോക്കുന്നത് നിങ്ങളെ അങ്ങനെ ഒരു വാഗ്ദത്തത്തിലേക്ക് പോകാതിരിക്കാനാ. परंतु शत्रु हमेशा इस प्रकार से चाहता है कि प्रभु ने दिया हुआ वायदाओं के अंदर हम नहीं जा सके। എന്നാൽ പിശാച് പറയുന്നത് നീ എന്ന് രോഗിയായി കിടക്കണമെന്നാ. और शैतान हमेशा चाहता है कि हम में से कोई जो है हमेशा बीमारी की अवस्था में बना रहे। നീ എഴുന്നേൽക്കരുതെന്നാ പിശാച് നിങ്ങളെ കുറിച്ച് പറയുന്നത്. और शैतान भी हमारे जीवन में इस प्रकार से वो चाहता है कि हम कभी भी उठना नहीं है। എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തിയാൽ, ദൈവസ്ഥലത്ത് വിശ്വസ്തരായിരുന്ന് ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി ഒന്ന് കാത്തിരിക്കാൻ ശ്രമിച്ചാൽ, അതിനുവേണ്ടി നമ്മളെ ഒന്ന് ശരീരം വിട്ടുകൊടുത്താൽ, അതിനായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയാൽ, ദൈവത്തിൽ ഉറപ്പോടെ നിന്നാൽ ഈ പ്രത്യാശ നമ്മളെ ഉറപ്പിക്കും. ആ സാത്താന്റെ തന്ത്രങ്ങളെ പൊളിച്ചു മാറ്റി ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. परंतु ये वायदाओं के प्रति हम बड़ी आशा के साथ, दृढ़ता के साथ, हम बिना डगमगाते हुए, हम बिना आमीन अविश्वास करते हुए हम उसी में बने रहेंगे तो परमेश्वर हमारे जीवन में आमीन जो आशा हमारे अंदर दी हुई है उसी की ओर हमें अंत तक ले चलेगा। നമുക്ക് പ്രത്യാശ, നമ്മുടെ വാഗ്ദത്തത്തിന്റെ പ്രത്യാശ, നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശ, നമ്മുടെ ദയയെ കുറിച്ചുള്ള പ്രത്യാശ, നമ്മളെ ഹല്ലേലൂയ കാണാത്തതിനായിട്ടുള്ള പ്രത്യാശ,
ഇത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. और प्रभु ने हमारे जीवन में जो हमारे लिए प्रतिज्ञाओं के प्रति जो आशा हमारे अंदर दिया हुआ है, हमारे अंदर करुणा के प्रति जो आशा हमारे दिया हुआ है, और परमेश्वर ने हमारे जीवन में आमीन हमारे आमीन एक अच्छी एक आमीन कल के लिए एक भविष्य के लिए जो आशा हमारे अंदर दी हुई है, इन सारे बातों को आपको समझ आया होगा, ये मैं विश्वास करता हूँ। പിശാച് ഹാലലൂയ ഒരു തിരശ്ശീല പോലെ, ഒരു കർട്ടൻ പോലെ, ഒരു മതില് പോലെ നമ്മുടെ മുന്നോട്ടുള്ള വഴിയെ അടച്ചു വെച്ചിരിക്കുകയാണ്. और शैतान जो है हमारे आगे की ओर हम ना देख पाए, हमारे भविष्य को ना देख पाए, उसी के लिए एक पर्दे के समान हमारे जीवन में आमीन एक 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 रुकावट के रूप में वो खड़े रहते हैं। എന്നാൽ കർത്താവിന്റെ വചനം നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുകയാ. परंतु प्रभु का वचन में जो हमने शुरुआत में पढ़ा था, वो वहां पर इस प्रकार से लिखा हुआ है कि वो पर्दे के भीतर प्रवेश करने वाली वो आशा है। वो അവന്റെ അകത്തെ പ്രത്യാശ, അവൻ അകത്തെ അവന്റെ ഉള്ളിലുള്ള ആ ധൈര്യം കാരണം ആ പ്രതികൂലമായി നിൽക്കുന്ന തിരശ്ശീലയെ അതിജീവിച്ച് അവൻ അപ്പുറം കടക്കാനിടയായി തീരും. और उसके अंदर जो सामर्थ कार्य करता है, उसी के कारणवश उसके जीवन में जो रुकावट के रूप में जो पर्दे के समान खड़े रहने वाले समस्याओं को पार करते हुए, उसके पार होते हुए वो अंदर प्रवेश करने का अनुभव से होगा। നിന്റെ മുമ്പിൽ അടച്ച എല്ലാ വാതിലുകളും, നിന്റെ മുമ്പിൽ അടച്ച എല്ലാ പ്രതിസന്ധികളുടെ മുമ്പിലും നീ ഭാരപ്പെടരുത്. ആ തിരശ്ശീലയ്ക്കകത്തൂടെ കടന്ന് ഹല്ലേലൂയ നിന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാൻ ദൈവം നിന്നോട് ഇടപെടുവാനിടയായി തീരും. आपके जीवन के आगे आमीन ना देख पाने वाले अनुभव में जो पर्दे के जैसे अनुभवों को रखे हुए आपको आगे बढ़ने से रोकने वाला हर एक ऐसी परिस्थितियों को देखकर आप चिंतित नहीं होना है। आपके जीवन में वो परमेश्वर आपके लिए कार्य करेगा और आपके अंदर से जो रुकावट को दूर करके आपको वो आगे की ओर ले चलेगा। ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. और इस मंच में ऐसी परिस्थितियों में से होकर जाने वाले कई लोग हमारे बीच में होंगे, ये मैं विश्वास करता हूँ। പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ ഇതിനകത്തുണ്ടാകാം. कई लोगों के उम्मीद खो चुके हैं, ऐसी स्थिति में बैठे हुए लोग होंगे। ഇനി ഒരു രക്ഷയില്ല, ഇനിയൊരു വിടുതലില്ല എന്ന് ഹല്ലേലൂയ ഉള്ളിൽ നിശ്ചയിച്ചവരിനകത്തുണ്ടാകാം. हो सकता है ऐसे लोग आज यहाँ पर बैठे हुए हैं जो ऐसे सोच रहे हैं कि मेरे जीवन में अब कोई छुटकारा नहीं है, कोई और अवसर मेरे जीवन में नहीं है, ऐसे अनुभव में बैठने वाले हैं। എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തെടുത്ത് നിന്നെ തിരശ്ശീലയ്ക്കകത്തേക്ക് കടത്തി വാഗ്ദത്തം നിറവേറുന്ന ആ യേശുവിൽ നീ ഉറയ്ക്ക പൂർണ്ണമായി. परंतु ऐसे अनुभव करने वाले लोगों से पवित्र आत्मा कहता है कि ऐसी स्थिति में से परमेश्वर आपको बाहर ले आएगा और आपको आमीन उस समस्याओं को पार कराकर उस पर्दे के भीतर एक अनुभव में आपको पहुंचाने के लिए पवित्र प्रभु की आत्मा काम करेगा। നീ ദൈവത്തിൽ ഉറച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊള്ളുക, മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക, പ്രതികൂലത്തോട് പറ, നിനക്ക് എന്നെ തകർക്കാൻ പറ്റില്ല. आप प्रभु में आश्रित रखते हुए बड़े दृढ़ता के साथ अपने घुटने में आकर आप प्रार्थना करें। आपको कोई भी प्रकार का मुश्किलें आपके जीवन में आपको कभी भी हराने का अनुभव नहीं होगा। ഞാൻ ഈ പ്രതികൂലത്തെ അതിജീവിച്ച് എഴുന്നേൽക്കും, ഈ തിരശ്ശീലയ്ക്കകത്തേക്ക് ഞാൻ കടക്കും. मैं मेरे जीवन में आने वाले समस्याओं को पार कर कर मैं उठकर खड़ा रहूंगा और इस पर्दे को पार करते हुए मैं आगे की ओर पहुंचूंगा। സാമ്പത്തിക വഴികൾ അടഞ്ഞു, അതിലെ ജോലിയുടെ ജോലി നഷ്ടപ്പെട്ടു, അതിലെ രോഗം നമ്മളെ പിടിച്ചു, പക്ഷേ രക്ഷയില്ല എന്ന് കരുതി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. വല്ലാത്ത ഈശാനമൂല കൊടുങ്കാറ്റ് നമ്മുടെ കുടുംബത്തിനകത്തേക്ക് ആഞ്ഞടിച്ചു. പക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ആ പ്രതികൂലത്തിന്റെ മുമ്പിലും ഉറച്ചിരുന്ന ദൈവത്തിന് യാചിക്കുക, പ്രാർത്ഥിക്കുക. അതിനകത്തേക്ക് ഒരു വിടുതലുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്ന് അകത്തേക്ക് കടന്ന് നിന്നെ രക്ഷിക്കുന്ന ഒരു യേശുവിന്റെ സാന്നിധ്യമുണ്ട്.
രാത്രി വിശ്വാസത്തിൽ ഉറയ്ക്കുക. आपके जीवन में आने वाले सब प्रकार के अनुभवों से, चाहे वो आर्थिक स्थिति में हो, चाहे आपके कामकाज के क्षेत्र में हो, या और कोई भी विषय में हो, सब जगह से आमीन द्वार बंद होने वाला अनुभव, आमीन जो बड़े आंधी आकर लगने वाले अनुभव में से आपके जीवन में से आप होकर जा रहे होंगे, तो भी आमीन आप प्रभु की उपस्थिति में दृढ़ता के साथ प्रभु में आशा लगाए हुए रहते हैं, तो प्रभु उस सारे परिस्थितियों में से आपको बाहर ले आकर आपके लिए आमीन एक अच्छा, आमीन एक भविष्य की ओर आपको ले जाने के लिए प्रभु सामर्थी हैं। उसी में हमारे विश्वास को लगाए रहना है। ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നു, അടഞ്ഞു കിടന്ന വാതിലുകളെ സ്വർഗം തുറക്കും. ഇന്ന് പകൽ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ മുമ്പിൽ അടഞ്ഞു കിടന്ന ചില വാതിലുകളെ സ്വർഗം തുറന്ന് നിന്നെ അകത്തേക്ക് കടത്തും. आज सुबह के समय में मैं आत्मा में ये बात को कहना चाहता हूँ कि आपके जीवन में बंद द्वारों को परमेश्वर खोलेगा। आमीन। आत्मा के उस अगुवाई में ये बात को कह रहा हूँ कि बंद द्वारों को परमेश्वर खोलकर आपके लिए नए कार्यों को प्रभु कर दिखाएगा। നീ പല ഇന്റർവ്യൂവിലും അറ്റൻഡ് ചെയ്തതാ, പല എക്സാം എഴുതിയത്, പല കാര്യങ്ങൾ നീ ചെയ്തതാ. പക്ഷെ നിനക്ക് ഒരു വഴി കാണാതെ വേദനിക്കുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ മുമ്പിൽ ചില വഴികൾ ഓപ്പണായി നിന്നെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ ചലിക്കുന്നുണ്ട്. आप हो सकता है कि कई ऐसे इंटरव्यूओं को दिए हैं, आप कई ऐसे एग्जाम्स को दिए हुए हैं, परंतु आप उस सब में हमें नाकाम होकर आप पराजय को अनुभव कर रहे होंगे। लेकिन पवित्र आत्मा आज सुबह के समय कह रहा है कि ऐसे स्थिति में प्रभु आपको आमीन एक विजय की ओर ले जाकर आपके जीवन में जो वायदा प्रभु ने दिया है, वो आशा को आपके जीवन में प्रभु पूरा कर कर दिखाएगा। പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, നീ പ്രത്യാശയിൽ എന്നുള്ള പ്രാർത്ഥനയിൽ ആരാധനയിൽ ഉറയ്ക്കണം. വാഗ്ദത്തം നിന്റെ കുടുംബത്തിനകത്ത്, അത് നിന്നിലേക്ക്, നിന്റെ തലമുറകളിലേക്ക്, ശുശ്രൂഷയിലേക്ക് കർത്താവ് അയച്ച് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്ന ഒരു വാഗ്ദത്തം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂതായി വെളിപ്പെടുത്തുകയാണ്. और आज सुबह के समय में आपको प्रभु की आत्मा एक बड़े आमीन वाणी के रूप में आपको ये बात को बताता है कि आप प्रार्थनाओं में और प्रभु का वचनों में दृढ़ रहना है। प्रभु की आशा में आपको जीवन को बनाए रखेंगे, तो आप जीवन में जो आज तक पर्दे के समान अनुभव में रखे हुए अनुभव से आमीन भीतर को प्रभु पहुंचाएगा और आपके जीवन में प्रभु का कल्याण का कार्य को प्रभु कर दिखाएगा। ഇന്ന് ഈ പ്രഭാത സമയത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുത്താത്തവരായി, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന നിർത്താത്തവരായി, ഹല്ലേലൂയ, ആരാധനയും പ്രാർത്ഥനയിലും പല പ്രതിസന്ധിയുടെ മുമ്പിൽ അത് വളർത്തിക്കൊണ്ടുവന്ന് നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി ഈ നാൾ പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി മാറട്ടെ. आज सुबह के समय में मुझे सुनने वाले प्रिय लोगों, हमारी आशा को हम नष्ट किए बिना हमारे जीवन में प्रभु की आशा की ओर हम बढ़ते हुए अनुभव में जाने के लिए प्रभु हमारी जीवन में सहायता करने पाए। തീത്തോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്പോൾ ഇപ്രകാരം വായിക്കുന്നു. തീത്തോസിന്റെ ലേഖനം ഹല്ലേലൂയ 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, ഹല്ലേലൂയ, ഇങ്ങനെ വായിക്കുന്നത്, വചനം വെളിപ്പെടുത്തി പോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിലും മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവനിലേക്കുള്ള പ്രത്യാശ, നിത്യജീവന്റെ ഒരു പ്രത്യാശ. तीतुस की पुस्तक उसके पहला अध्याय उसके दूसरे वचन में इस प्रकार से लिखा है, उस अनंत जीवन की आशा पर जिसकी प्रतिज्ञा परमेश्वर ने जो झूठ नहीं बोल सकता सनातन से किया है। तो प्रभु का वचन हमें कहता है वो अनंतता का जीवन का एक आशा प्रभु हमें देता है। നമ്മുടെ അടുത്ത പ്രത്യാശ ഇതായിരിക്കണം, എനിക്കൊരു നിത്യജീവന്റെ ഒരു പ്രത്യാശ, ഒരു നിത്യജീവന്റെ പ്രത്യാശ. കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നുള്ള അകത്തെ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. हमारे जीवन में एक आशा हमेशा लगाए रहना है, वो अनंत जीवन की आशा है, वो
जो हमारे प्रभु हमें हमेशा से दे रखे हैं कि इस जीवन यदि हमारा समाप्त हो जाए तो भी हमें अनंतता का एक जीवन का एक वायदा परमेश्वर ने दिया है और वहां पर हम जाने के लिए तैयार रहना है। നമ്മുടെ പ്രത്യാശയായിരിക്കണം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ എടുക്കപ്പെട്ട് ആ ക്രിസ്തുവിനോട് കൂടെ ഞാൻ ആയിത്തീരുമെന്നുള്ള അകത്തെ ഒരു പ്രത്യാശ നമ്മളെ ബലപ്പെടുത്തണം. हमारे आखिरी जो हमें एक आशा हमारे जीवन में रहना है कि मैं वो मसीह के समान बदलने वाला अनुभव में मैं जाऊंगा और मसीह के साथ उठा लिए जाकर उसी के साथ मेरे अनंतता में रहूंगा। ये आशा को हमारे जीवन में हमेशा लगा कर रखना है। ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുക, നമ്മുടെ നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ഈ ഭൂമിയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ വിടുതലും തരും, പക്ഷെ നമ്മുടെ ഒറ്റ പ്രത്യാശ ഈ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ എനിക്കും ആ സ്വർഗത്തേക്ക് എടുക്കപ്പെടണം എന്നുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. आज सुबह के समय में प्रभु की आत्मा में याद दिलाता है कि हमारे अनंत जीवन के प्रति जो आशा है उसी को हमें नष्ट नहीं करना है। जब प्रभु अपने तुर ही फूकेगा तो परमेश्वर के लोगों को उठा लिए जाएंगे और उस समय हमें हमारी आशा को हमें खोए हुए अनुभव में हमें नहीं रहना है। ഞാൻ മുന്നോട്ട് പോകും തോറും എന്റെ ദൈവത്തെ ഞാൻ പ്രത്യാശയിൽ ഉറയ്ക്കും. കാരണം എനിക്കൊരു നിത്യജീവനുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു സ്വർഗമുണ്ട്. എന്റെ യേശു ഒരുക്കുന്ന ഭവനത്തിൽ ഞാനും കാണപ്പെടുമെന്നുള്ള അകത്തെ ഒരു പ്രത്യാശ, അത് നിത്യജീവന്റെ പ്രത്യാശ, അത് നമ്മളിൽ ശക്തമായി മാറട്ടെ. और जैसे हमारे दिन आगे बढ़ते जाते हैं वैसे हमारी अनंतता की आशा को भी हमें जागृत करते हुए अनुभव में रहना है कि मेरे लिए एक स्वर्ग परमेश्वर ने तैयार किया है, मेरे लिए एक अनंतता का घर प्रभु ने रखा है। मैं वहां पर जाऊंगा, कोई भी मुझे वहां जाने से रोक नहीं पाएगा और वो आशा हमारे जीवन में दिन प्रतिदिन बढ़ते हुए अनुभव में हमें चलना है। ഞാൻ വാക്കുകൾ ഇവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന് 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും, യഹോവ എന്റെ ഓഹരി. വിലാപങ്ങൾ, ഹല്ലേലൂയ, ലെമന്റേഷൻസ് ചാപ്റ്റർ, ഹല്ലേലൂയ 3 വേഴ്സ്, ഹല്ലേലൂയ 24, ഹല്ലേലൂയ. അങ്ങനെ വായിക്കാൻ കഴിയും, യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. मैं अपने वचनों को समाप्त करना चाहता हूँ। विलाप की 3रे अध्याय उसके 24वें पद में इस प्रकार से लिखा है, मेरे मन ने कहा यहोवा मेरा बाग है, इस कारण मैं उसमें आशा रखूंगा। അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, യഹോവ എന്റെ ഓഹരി, യഹോവ എന്റെ ഓഹരി. वहां पर इस प्रकार से कहा जाता है कि यहोवा मेरा भाग है। യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. നമ്മൾ നടപ്പില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ ഇടപാടില്, നമ്മുടെ ചിന്തകളില്, നമ്മുടെ കൊടുക്കവാങ്ങലുകളില് അതിൽ നമ്മൾ തെറ്റിപ്പോകാതെ വണ്ണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, യഹോവ എന്റെ ഓഹരിയാണ്, യഹോവ എന്റെ ഉള്ളിലുണ്ട്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി നിൽക്കുമെന്നുള്ള അകത്തൊരു പ്രത്യാശ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. हम हमेशा हमारे जीवन में ये बात के लिए हमारे अंदर एक आशा लगाए रहना है कि यहोवा मेरा भाग है। चाहे हमारे लेन देन में हो, हमारे कामों के क्षेत्र में हो या कोई भी कार्य में क्यों ना हो, हमेशा ये बात को हमें उस अनंतता के प्रति हमें याद करते हुए ये बात को याद रखना है कि यहोवा मेरा भाग है। इसीलिए मैं अपने जीवन में कभी भी ऐसे कार्यों को नहीं करूंगा जो इसे नष्ट कराने वाला हो। അവസാനമായി ഞാൻ വായിക്കുന്നു 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി ക്രിസ്തുവിന്റെ പ്രത്യക്ഷയെങ്കിൽ നിങ്ങൾക്കുള്ള വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുക. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച്. ഒന്നാമത് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ മനസ്സുറയ്ക്കണം. നിങ്ങൾ മനസ്സുറപ്പിച്ച് നിർമ്മതരായി ക്രിസ്തുവേശുവിന്റെ പ്രത്യാശയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെക്കണം. വാഗ്ദത്തം നിറവേറുമെന്നുള്ള പൂർണ്ണ പ്രത്യാശ, പ്രതിസന്ധിയിൽ ഞാൻ വീട് പോകത്തില്ലെന്നുള്ള പൂർണ്ണ പ്രത്യാശ, എന്റെ വഴികൾ അടയ്ക്കാൻ പിശാച് ശ്രമിച്ചാൽ ഞാൻ അകപ്പെടത്തില്ലെന്നുള്ള പൂർണ്ണ പ്രത്യാശ,
വാഗ്ദത്തങ്ങൾ ദൈവത്തിന് നിത്യജീവനായി ഞാൻ എടുക്കപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശ. ഈ പ്രത്യാശയിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ഉറയ്ക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. और आगे आखिरी में पहला पत्रस की पत्री में प्रभु का वचन में इस प्रकार से हमें वचन बताता है कि हमारे वायदाओं के प्रति हमें पूर्ण विश्वास के साथ, आशा के साथ हमें अपने जीवन को आगे चलना है, ले चलना है। वो विश्वास और आशा को हमें कभी भी अपने जीवन में नष्ट होने नहीं देना है। और वचन इस प्रकार से कहता है कि वो हमारा आमीन भाग है, हमारी आशा का कारण है। उसी में हमारी आशाओं को रखते हुए हम आगे बढ़े। इन वचनों के द्वारा प्रभु अपने जीवन को आशीषित करे। आइए अपनी आंखों को हम बंद करें, നമ്മൾ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സഖ്യപിതാവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാ. കർത്താവേ, പ്രത്യാശ നഷ്ടപ്പെടാത്തവരായി, പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി, പൂർണ്ണ നിശ്ചയം പ്രാപിച്ചവരായി, പൂർണ്ണരായി മാറുവാൻ വഴികൾ തുറന്ന് ഇതിൽ വിടുതൽ പ്രാപിക്കത്തക്കവണ്ണം കർത്താവ് ജനത്തെ ദൈവം ഉറപ്പിക്കണമേ, ദൈവ ശക്തീകരിക്കണമേ. ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ശക്തരായി മാറുവാൻ, കുടുംബങ്ങൾ വഴികൾ തുറക്കുവാൻ, ചില പ്രതിസന്ധികൾ മാറുവാൻ, ചില രോഗങ്ങൾ മാറുവാൻ, ചില കർത്താവെ ദൈവപ്രവൃത്തിയിൽ ഉറച്ച് പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി മാറുവാൻ ഈ ജനത്തെ ഈ പ്രഭാതത്തിനാണ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ലീഡ് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർ, ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ജോലി മണ്ഡലങ്ങൾ, അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങൾ, കർത്താവ് ഏത് മേഖലകളിലായിരുന്നാലും ദൈവമേ കർത്താവെ, അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുത്താതെ ദൈവം അവരുടെ ജീവിതത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ദൈവം ഉറപ്പുള്ളവരായി മാറുവാൻ പിതാവേ ഈ പ്രഭാതം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ, സൗഖ്യമാക്കണമേ, വിടുതലയക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.